മണത്തല ഹൈദ്രോസ്കൂട്ടി മൂപ്പരുടെ ജാറത്തിലെ താബൂത്ത് അലങ്കരിക്കുന്നതിനായി തെക്കഞ്ചേരിയിലേക്ക് കൊണ്ടുപോയി. ജനുവരി 28-ന് നേർച്ചയുടെ പ്രധാന കാഴ്ചകളൊന്നായ താബൂത്ത് കാഴ്ചയിൽ കൂടുപുതുക്കി പണിയുന്നതിന് വേണ്ടിയാണ് തെക്കഞ്ചേരിയിലേക്ക് കൊണ്ടുപോയത്. എല്ലാ വർഷവും മകരം 1-ന് മഗ്രിബ് നമസ്കാരത്തിനു ശേഷം പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി മുട്ടുംവിളിയോടെയും അറബനമുട്ടിന്റെയും അകമ്പടിയോടുകൂടിയാണ് താബൂത്ത് കൊണ്ടുപോകുന്നത്. സാമൂതിരിയുടെ പടനായകനായ ഹൈദ്രോസ്കൂട്ടി മൂപ്പരുടെ ഭൗതിക ശരീരം മണത്തല പള്ളി ഖബർസ്ഥാനിൽ ആചാര ബഹുമതികളോടെ ഖബറടക്കിയതിന്റെ സ്മരണ ഉണർത്തുന്നതാണ് താബൂത്ത് കാഴ്ച. റിഫായി താബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് KV അലിക്കുട്ടി, വൈസ് പ്രസിഡന്റുമാരായ TP ബാവ, സിദ്ദിഖ്, സെക്രട്ടറി KC നിഷാദ്, ജോയിന്റ് സെക്രട്ടറിമാരായ NK സുധീർ, ലിറാർ, ട്രഷറർ മനാഫ് എന്നിവർ നേതൃത്വം നൽകി. നേർച്ചയുടെ ഭാഗമായി ചൊവ്വാഴ്ച കാലത്ത് കൊടിയേറ്റവും നടത്തി. ജനുവരി 27-28 തീയതികളിലാണ് മണത്തല നേർച്ച നടത്തുന്നത്. മകരം 15 വരെയുള്ള ദിവസങ്ങളിൽ ചാവക്കാടിന്റെ തെരുവോരങ്ങളിൽ നേർച്ചയുടെ ഓർമ്മകൾ തട്ടിയുണർത്തുന്ന ഷഹനായി ശബ്ദത്തോടെ ബദരിയ മുട്ടുംവിളി സംഘം KS മുഹമ്മദ് ഹുസൈനും കൂട്ടരും നേർച്ചയുടെ വിളംബരം അറിയിച്ച് മുട്ടുംവിളി നടത്തും. 57 വർഷക്കാലമായി ബദരിയ മുട്ടുംവിളി സംഘമാണ് നേർച്ചയുടെ വിളംബരം അറിയിക്കുന്നത്. ഉസ്താദ് മുഹമ്മദ് ഹുസൈന്റെ 7 വയസ്സുകാരനായ ഫൈഫാസ് ബിലാലും 12 വയസ്സുകാരനായ ഫയാസ് മുഹ്യുദ്ദീനും ഇക്കുറി മുട്ടുംവിളി സംഘത്തിലുണ്ട്.